ഹായ്, പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് വന്നിരിക്കുന്നത് എമ്പുരാൻ ട്രെയിലർ റിലീസായിട്ടുണ്ട്. ഞാൻ കരുതി ഇന്ന് ഉച്ചയ്ക്കായിരിക്കും. ഇന്ന് ഉച്ചയ്ക്ക് 1:08 അവർ ഇന്നലെ അനൗൺസ്മെൻറ്റ് ചെയ്തത്. ഇന്ന് ഉച്ചയ്ക്കായിരിക്കും എന്ന് വിചാരിച്ചു. പക്ഷേ ഇന്ന് ഞാൻ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞപ്പം യൂട്യൂബ് അങ്ങോട്ട് തുറന്നു നോക്കിയപ്പം തന്നെ ട്രെയിലർ ഇങ്ങനെ കിടക്കുന്നത് ഞാൻ കണ്ട്. അപ്പോൾ ആ ഒരു എൻ്റെ ഒരു റിയാക്ഷനാണ് ഈ ഒരു വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. ഈ ചാനലിൽ നമ്മൾ വീഡിയോ കാണിക്കുന്നില്ല പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ചുമ്മാതെ കോപ്പിറൈറ്റ് എന്തിനാണ് കിട്ടുന്നത്? നമ്മളിതുപോലെ കഷ്ടപ്പെട്ട് എഡിറ്റ് ചെയ്ത് വരുമ്പോൾ കോപ്പിറൈറ്റ് ഇട്ട് കഴിഞ്ഞാൽ ആ വീഡിയോ പോയില്ലേ. അതുകൊണ്ട് ഞാൻ കണ്ടിട്ട് എങ്ങനെ തോന്നി അതാണ് ഈ വീഡിയോയോട് ഷെയർ ചെയ്യുന്നത്. വീഡിയോ അവസാനം വരെ ഒന്ന് കാണണം, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പം നോക്കാം ട്രെയിലർ എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. ട്രെയിലർ 3 വട്ടമോ 4 വട്ടമോ കണ്ട്. കാരണം നമ്മൾ അതിനകത്ത് ഓരോ വട്ടവും കാണുമ്പോഴും നമുക്ക് കുറേശ്ശെ ഏതാണ്ട് ഒരു ഹിൻഡ് കിട്ടും. പക്ഷേ ഫുൾ അതാണെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ എൻ്റെ ഒരു അഭിപ്രായം എന്ന് വെച്ചാൽ ഓരോരുത്തർക്കും ഓരോ അഭിപ്രായമായിരിക്കുമല്ലോ. ചിലപ്പം ഇത് മോശം ആയിട്ട് തോന്നിയവർ കാണും, ഇത് നല്ല ഒരു ട്രെയിലറായിട്ട് തോന്നിയവരും കാണും. എൻ്റെ ഒരു അഭിപ്രായം എന്ന് പറഞ്ഞാൽ ഇതിന് മുമ്പ് അവരൊരു ടീസർ വെളിവിട്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അത്രയും വന്നിട്ടില്ല. ഞാൻ പ്രതീക്ഷിച്ച ഒരു ട്രെയിലർ ഉണ്ടായിരുന്നു. എൻ്റെ മനസ്സിൽ ഞാനൊരു ട്രെയിലർ പ്രതീക്ഷിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അത്രയും ഉള്ള രീതിയിൽ എനിക്കത് ഫീലായില്ല. പക്ഷേ അത് ഇഷ്ടപ്പെടുന്നവർ കാണും. പക്ഷേ ഇതിനകത്ത് ഒത്തിരി നല്ല ഫ്രെയിം, സിനിമാറ്റോഗ്രാഫി സുജിത്ത് വാസുദേവ് നല്ല രീതിയിലാണ് അതിനകത്ത് ഫ്രെയിം ചെയ്ത് വെച്ചേക്കുന്നത്. പിന്നെ എഡിറ്റിങ് ചെയ്തേക്കുന്നത് അഖിലേഷ് മോഹനാണ് എഡിറ്റിങ് ചെയ്തേക്കുന്നത്. ആ എഡിറ്റിങ്ങും അവസാനം ഈ ട്രെയിലറിൻ്റെ അവസാനമൊക്കെ വരുമ്പോൾ നല്ല സ്പീഡ് മോഷൻ കുറച്ച് കാണിക്കുന്നുണ്ട്. പിന്നെ അതിനകത്ത് ദീപക് ദേവിൻ്റെ മ്യൂസിക് എൻ്റെ അവസാനം സ്കോർ കൊള്ളാം. മ്യൂസിക് ആ എമ്പുരാനെ എന്ന് പറയുന്നൊരു മ്യൂസിക് വന്നേക്കുന്നത് എനിക്കത്ര ഇതായിട്ട് തോന്നിയില്ല. അതിനകത്ത് എനിക്ക് തോന്നിയത് അതിനകത്തൊരു ചെറിയൊരു സ്റ്റോറി എനിക്ക് കണ്ടപ്പം തോന്നിയെന്ന് പറഞ്ഞാൽ ഇതൊരു റിവഞ്ച്, ഇതിനകത്തെ ഒരു പൊളിറ്റിക്സ്, റിവഞ്ച്, ആക്ഷൻ, ഡ്രാമ ഗണത്തിൽപ്പെടുന്ന ഒരു സിനിമയായിരിക്കാം. എന്ന് വെച്ചാൽ നമ്മൾ KGF ഒക്കെ കണ്ടു കാണുമല്ലോ. KGFിനകത്ത് ഉള്ള കുറേ ഡയലോഗ് ഡെലിവറി ഉണ്ട് അതിനകത്ത്. ആ ഡയലോഗ് ഡെലിവറി ഞാൻ ഇതിനകത്ത് കൊണ്ടു. പക്ഷേ ആ ലൂസിഫർ വെച്ച് കമ്പയർ ചെയ്യുമ്പം എമ്പുരാൻ്റെ ആ ട്രെയിലർ എനിക്കത്ര വർക്കായില്ല. കാരണം അതൊരു വെച്ചാൽ ഇപ്പോൾ ലാലേട്ടനെ സൈഡാക്കി നിർത്തിയിട്ടുണ്ട്. ലാലേട്ടനെ ഇതിനകത്ത് കൂടുതലൊന്നും കാണിക്കുന്നില്ല. ലാലേട്ടനെ ഒരു സൈഡാക്കിയിട്ട് ഇതിനകത്ത് സെയ്ദ് മസ്തൂദ്, പൃഥ്വിരാജ് കയറി സ്കോർ ചെയ്യുന്ന പൃഥ്വിരാജിൻ്റെ ഒരു സ്റ്റോറി ആയിട്ടാണ് എനിക്ക് ഇതിനകത്ത് തോന്നിയത്. ഞാനിത് ആരുടെയും റിയാക്ഷൻ വീഡിയോ ഒന്നും കണ്ടിട്ടില്ല. ഞാനിത് ഫുള്ള് ട്രെയിലർ കണ്ടിട്ട് എനിക്ക് തോന്നിയ കാര്യം പറഞ്ഞാൽ എനിക്കത്ര ഇത് കുറച്ചും കൂടെ നന്നാക്കാനും തോന്നി. ഇത് 3 മിനിറ്റോളം 4 മിനിറ്റ് അടുപ്പിച്ചങ്ങാണ്ട് ഇതിൻ്റെ ട്രെയിലറുണ്ട്. എന്നിട്ട് മലയാളത്തിലെ ഏറ്റവും ദൈർഘ്യമുള്ള ട്രെയിലറാണ്. എന്താ വെച്ചാൽ ബോറൊന്നുമില്ല. പക്ഷേ ഈ സിനിമ ചിലപ്പോൾ ലാഗാകാൻ സാധ്യതയുണ്ട്. നിങ്ങൾ ഇതൊക്കെ കണ്ടു കാണുമല്ലോ, ചിലപ്പോൾ ഈ സലാറൊക്കെ കണ്ടു കാണുമല്ലോ. സലാറിനകത്ത് ഒരു മെല്ലപ്പൊക്കുണ്ട്. എന്നുവെച്ചാൽ തുടക്കം തൊട്ട് ആ ഒരു പോക്കും ആ ഒരു ഡയലോഗ് ഡെലിവറിയും എഡിറ്റിങ്ങും എല്ലാം ഓരോ രീതിയിലാണ് കാണിച്ചു വെച്ചിരിക്കുന്നത്. പിന്നെ ഇതിനകത്ത് എനിക്ക് പോരായ്മ തോന്നിയെന്ന് പറഞ്ഞാൽ ഈ ദീപക് ദേവിനെ മാറ്റിയിട്ട് വേറെ ഒരു മ്യൂസിക് ഡയറക്ടറെ കൊണ്ടുവന്നാൽ നല്ലതായിരിക്കും തോന്നി. പക്ഷേ അത് സ്കോറിങ് സിനിമ കാണുമ്പോൾ അറിയാം, അതിനകത്ത് കൂടുതൽ കേൾപ്പിച്ചിട്ടില്ല. ബാക്കിയെല്ലാം ടു ഗുഡാണ്. എന്നുവെച്ചാൽ ഈ ഫ്രെയിമും എല്ലാം പൃഥ്വിരാജിൻ്റെ ഡയറക്ഷനൊക്കെ അപ്പോൾ പുള്ളി ഒത്തിരി നാൾ വർക്ക് ചെയ്തിട്ട് ചെയ്തില്ലയോ. ടോട്ടലി നോക്കിക്കഴിഞ്ഞാൽ ലൂസിഫർ വെച്ച് കമ്പയർ ചെയ്യുമ്പം എമ്പുരാൻ്റെ ഒരു ട്രെയിലർ എനിക്ക് അത്ര കുറച്ചും കൂടെ നല്ലതാക്കാൻ തോന്നി. ലാലേട്ടൻ്റെ ചിലപ്പോൾ നല്ല മാസ് സീനുകളൊക്കെ കാണും. പക്ഷേ ഇതിനകത്തൊന്നും കുറേ സസ്പെൻസുകളെല്ലാം അവർ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട്. എലിമിനാറ്റിയിൻ്റെയൊക്കെ കുറച്ച് കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. എങ്കിലും എല്ലാം കൂടെ വെച്ചാലും ലൂസിഫറിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ലൂസിഫറിൻ്റെ ട്രെയിലർ കണ്ടിട്ട് ഇതൊന്ന് കണ്ടു നോക്ക്. എനിക്കത്ര ഇപ്പം നമ്മളിപ്പോൾ ഓരോ വേർഷൻ ഉണ്ടല്ലോ, ഈ തെലുങ്ക് മൂവിയുടെ ഇപ്പം എന്തൊക്കെയാണ് ലിയോയുടെയും സലാറിൻ്റെയും വേർഷൻ മലയാള സിനിമയിലോട്ടൊക്കെ ഓരോരുത്തർ കൊണ്ടുവരുന്നുണ്ടല്ലോ. അതേപോലുള്ളൊരു ട്രെയിലറായിട്ട് എനിക്ക് തോന്നിയത്. ചിലപ്പോൾ സിനിമ ഇതുപോലെ ആയിരിക്കത്തില്ല, സിനിമ നല്ലതാവട്ടെ, നല്ല അടിപൊളി ഹിറ്റാവട്ടെ. എനിക്കത്ര ഈ ഒരു ട്രെയിലർ വർക്കായില്ല. അപ്പം 27-ാം തീയതി നമുക്ക് പടം കണ്ടിട്ട് ബാക്കി പറയാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. പക്ഷേ ലാലേട്ടൻ നല്ലതാവും, മോശമാവണമെന്നില്ല. പക്ഷേ ഇത് ട്രെയിലറിനകത്ത് സൈഡായി പോയിട്ടാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അടുത്തൊരു വീഡിയോ വരുന്നത്.